ഡോക്ടർ, ഇപ്പൊ ജന്മന ഒരു കിഡ്നി മാത്രമായി ജനിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 5 വയസ്സൊക്കെ ആവുന്ന സമയത്തായിരിക്കും മനസ്സിലാവുക അവർക്ക് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ. അപ്പൊ അവർക്കൊരു നോർമൽ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ അങ്ങനെ നോർമൽ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഈ സിംഗിൾ കിഡ്നി ഉള്ളവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അതായത് ഒരു കിഡ്നി 2 കിഡ്നിയുടെയും കൂടെ പ്രവർത്തനം ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിനെ ഹൈപ്പർ ഫിൽട്രേഷൻ, ഓവർ ഫിൽട്രേഷൻ എന്നൊക്കെ പറയും. അത് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം അത് വരികയാണെങ്കിൽ നമ്മുടെ ഈ നല്ല ഒരു കിഡ്നിയും കൂടെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള, ആ കിഡ്നി നോർമലായിട്ടാണോ വളരുന്നത്, ഗ്രോത്ത് നോക്കണം, അതിൻ്റെ ഈ ഓവർ ഫിൽട്രേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ടെസ്റ്റുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അറ്റ്ലീസ്റ്റ് ഇയർലി, വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഒരു 18 വയസ്സ് വരെ. അതിനുശേഷം പിന്നെ കുഴപ്പമില്ല. പിന്നെ ഫോളോ അപ്പ് നിർബന്ധമല്ല. അമിതമായ ഉപ്പ് ഉപയോഗം ഒഴിവാക്കുക, ചില മരുന്നുകളൊക്കെ ഒഴിവാക്കുക. അതേപോലെ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ എല്ലാ വർഷമുള്ള ഫോളോ അപ്പ്, ഈ കിഡ്നി വലുതാവുന്നുണ്ടോ പ്രോപ്പറായിട്ട്, കാരണം കുട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റിൻ്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസം കൂടുമ്പോഴും നമ്മളെ പോലല്ല, കുട്ടികൾ വലുതാവുന്ന അനുസരിച്ച് അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് അളവ് കൂടും. അപ്പോൾ അതനുസരിച്ച് ഈ കിഡ്നിയും ആ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ സിംഗിൾ കിഡ്നി കുട്ടികൾക്ക് ഫോളോ അപ്പ് വളരെ വളരെ അത്യാവശ്യമാണ്. ആ ഫോളോ അപ്പ് മാത്രം മതി. അവർക്ക് നോർമൽ ലൈഫ്, സാധാരണ ഒരു കുട്ടിയെ പോലെ ഉള്ള നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും.